Hi! Hello friends! Welcome to the story. ഈശ്വര, എന്തൊരു ചൂടായത്! ഞാനിത് ചുമന്ന് മടുക്കും. ഹായ്, എന്തോരം പലഹാരങ്ങളാ! ഇതെല്ലാം വീട്ടിൽ കൊണ്ടുപോകണം. ഈ കൽക്കണ്ടം എനിക്ക് ഒത്തിരി ഇഷ്ടമായി. വീട്ടിൽ കൊണ്ടുവയ്ക്കാം. ചിന്നനുറുമ്പ് വലിയ അധ്വാനിയായിരുന്നു. വെയിലൊന്നും വകവെക്കാതെ ചിന്നനുറുമ്പ് ആഹാര സാധനങ്ങൾ ചുമന്ന് കഷ്ടപ്പെട്ട് വീട്ടിൽ കൊണ്ടുപോകുമായിരുന്നു. ഇതെല്ലാം മിന്നുത്തത്തമ്മ മുകളിലിരുന്ന് കാണുന്നുണ്ടായിരുന്നു. മിന്നുത്തത്തമ്മ ചിന്നനോട് ചോദിച്ചു, എന്തിനാടാ ചിന്ന നീ ഈ വെയിലെല്ലാം കൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് ആഹാരം ശേഖരിക്കുന്നത്? അപ്പോൾ ചിന്നൻ പറഞ്ഞു, കൂട്ടുകാരാ, ഇനി വരാൻ പോകുന്നത് മഴക്കാലമാണ്. മഴക്കാലത്ത് നമുക്ക് പുറത്തിറങ്ങി ആഹാരമൊന്നും ശേഖരിക്കാൻ കഴിയില്ല. ഈ വേനലിൽ നമ്മൾ കഷ്ടപ്പെട്ട് ആഹാരം ശേഖരിച്ചാൽ മഴക്കാലത്ത് സന്തോഷത്തോടെ യഥേഷ്ടം കഴിക്കാം. കണ്ടില്ലേ ഞാൻ അധ്വാനിച്ച് ശേഖരിച്ച ഫുഡ്? മഴക്കാലം വരുമ്പോഴല്ലേ, അത് അപ്പോ നോക്കാം. എനിക്കെങ്ങും അധ്വാനിക്കാൻ വയ്യ. ഇതും പറഞ്ഞ് മിന്നുത്തത്തമ്മ മടി പിടിച്ചിരുന്നു. ചിന്നനുറുമ്പ് അപ്പോഴും ആഹാരം ശേഖരിക്കാനുള്ള ധൃതിയിലായിരുന്നു. അങ്ങനെ മഴക്കാലം വന്നെത്തി. മിന്നുത്തത്തമ്മ ആഹാരത്തിനായി ഒരുപാട് സ്ഥലങ്ങളിൽ പോയി. പക്ഷേ മഴയായതുകൊണ്ട് ഒരിടത്തു നിന്നും ആഹാരം കിട്ടിയില്ല. ഈ സമയം ചിന്നനുറുമ്പും കുടുംബവും മഴയത്ത് പുറത്തിറങ്ങാതെ വീട്ടിലിരുന്ന് അധ്വാനിച്ചു വെച്ച ആഹാര സാധനങ്ങൾ കഴിക്കാൻ തുടങ്ങി. എല്ലാവരും കഴിച്ചോ? വയറു നിറച്ചു കഴിച്ചോ? പാവം മിന്നുത്തത്തമ്മ ആഹാരം കിട്ടാതെ വിശന്ന് വലഞ്ഞ് കരയാൻ തുടങ്ങി. മിന്നുവിന്റെ കരച്ചിൽ കേട്ട് ചിന്നൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. മിന്നുവിനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ലേ വേനൽക്കാലത്ത് കുറച്ച് ഭക്ഷണം ശേഖരിച്ച് വെക്കാൻ. ഇപ്പോ മനസ്സിലായില്ലേ? സമ്പത്ത് കാലത്ത് കാപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം. എന്തായാലും നിനക്ക് എന്റെ വീട്ടിലേക്ക് സ്വാഗതം. ഇഷ്ടം പോലെ ഭക്ഷണമുണ്ട്, നിനക്ക് ആവശ്യമുള്ളത് കഴിച്ചോ. ഉറുമ്പ് ശേഖരിച്ചു വെച്ച ഭക്ഷണങ്ങൾ കണ്ട് മിന്നു അന്തം വിട്ടുപോയി. സന്തോഷം കൊണ്ട് അവൻ ഭക്ഷണങ്ങൾ വാരി വാരി കഴിക്കാൻ തുടങ്ങി. എന്നിട്ട് ചിന്നനോട് പറഞ്ഞു, അധ്വാനത്തിന്റെ വില എനിക്കിപ്പോൾ മനസ്സിലായി ചിന്ന. കഴിച്ചോ കഴിച്ചോ, ആവശ്യം പോലെ കഴിച്ചോ. ഈ കഥ നമുക്ക് നൽകുന്ന ഗുണപാഠം എന്തെന്നാൽ, നല്ല കാലത്ത് നല്ലതുപോലെ അധ്വാനിച്ചാൽ കഷ്ടകാലം വരുമ്പോൾ കഷ്ടപ്പെടാതെ ജീവിക്കാം. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടല്ലോ? Thanks for watching. Like us.